KSRTCയുടെ ചരിത്രത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കാണ്. KSRTCയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പാപ്പനംകോട് ഡിപ്പോയിലെ എഞ്ചിനീയർ ശ്രീ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജീവനക്കാർ, KSRTCയുടെ മെക്കാനിക്കുകൾ അവർ തന്നെ രൂപകൽപ്പന ചെയ്ത പഴയ മോഡൽ KSRTC 1959കളിൽ 60കളിലും ഒക്കെ തിരുവനന്തപുരം നഗരത്തിൽ ഓടിയിരുന്ന പഴയ സിറ്റി ബസ്സാണ്. ബസ് ഗ്രീൻ എന്ന കളറോടുകൂടിയ അന്ന് ഓടിയിരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ മോഡൽ പുതിയ വണ്ടി തന്നെയാണ്, പക്ഷെ മോഡൽ നമ്മൾ മാറ്റി പഴയ മോഡലാക്കിയിരിക്കണം. എല്ലാം പഴയതുപോലെയാക്കി. ഇത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിന്റെ പാരമ്പര്യം, ചിത്രേനാൾ മഹാരാജാവിന്റെ കാലത്ത് ഈ സർവീസ് തുടങ്ങിയതിന് ശേഷം മോഡേൺ യുഗത്തിലേക്ക് വന്ന ആദ്യത്തെ വണ്ടി. ആദ്യമെല്ലാം സ്റ്റീം എഞ്ചിനായിരുന്നു, അതെല്ലാം മാറി ഡീസൽ എഞ്ചിനിലേക്ക് വന്ന സമയത്ത് അശോക് ലൈലൻഡ് കോമറ്റ് എന്ന വണ്ടിയാണ് അന്നുണ്ടായിരുന്നത്. പഴയ ഫോട്ടോ നോക്കിയിട്ട് KSRTCയുടെ പഴയ ഫോട്ടോ നോക്കിയിട്ട് ഇത് തെരഞ്ഞെടുത്താണ്. ഈ കളർ മാത്രം എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്താണ്. ബാക്കി ഡിസൈനൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പഴയ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചാണ് KSRTCയുടെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തന്നെയാണ് ഇത് നിർമ്മിച്ചെടുത്തതെന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരു പുതിയ ബസ്സിനെ ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് ഇതിനെ ഷട്ടറും എല്ലാം മാറ്റി പിന്നെ ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്, സൈഡ് കർട്ടൻ ഇട്ടിരിക്കുകയാണ്. പണ്ട് കർട്ടനാണ്, പിന്നീടാണ് ഷട്ടറായി മാറുന്നത്. അപ്പോൾ അത് സൈഡ് കർട്ടനാണ്. പഴയ പെയിന്റും കളറും, സീറ്റെല്ലാം പഴയ പോലെയാക്കി. പഴയ സീറ്റാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കട വരെ സർവീസ് നടത്താൻ ആദ്യഘട്ടത്തിൽ. അതിന്റെ റെസ്പോൺസ് കണ്ടതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ ഡബിൾ ഡക്കർ പോലെ ഒരു ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷനാക്കി മാറ്റും. അത് ഒരു ട്രിവാൻഡ്രത്തുകൂടി പഴയ ചരിത്രത്തിന്റെ ഓർമ്മകളുമായി കടന്നു പോകുന്ന ഒരു KSRTC ബസ് എന്നുള്ള നിലയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇത് പല രാജ്യങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. പല രാജ്യങ്ങളിലും ഇങ്ങനെ പഴയ സാധനങ്ങൾ, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ പഴയ മോഡൽ വണ്ടികൾ അവർ സംരക്ഷിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പോഴും അവരത് പുതിയ വണ്ടി തന്നെ അങ്ങനെ ആ രൂപത്തിൽ ചെയ്ത് ഓടിക്കാറുണ്ട്. പല കമ്പനികളും ഇപ്പോൾ ഈ ലോകത്തുള്ള പല കമ്പനികളും അവരെ പഴയ മോഡൽ വണ്ടികൾ വീണ്ടും ലിമിറ്റഡ് എഡീഷനായിട്ട് ഇറക്കിയിട്ട് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. വലിയ ഡിമാൻഡാണ് അത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഒരു വണ്ടി KSRTCയുടെ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിന്റെ ഭാഗമായി ഒരു വണ്ടി പഴയ മോഡലിലേക്ക് മാറ്റിയിരിക്കുന്നത്. വണ്ടിയെല്ലാം, എഞ്ചിനെല്ലാം പുതിയതാണ്, വണ്ടിക്ക് റണ്ണിങ് എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷെ ബോഡി പഴയ ബോഡി ആയിരിക്കും, പഴയ ഒരു ഷേപ്പാണ്. അത് പഴയ ഓർമ്മകൾ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ജീവിക്കുന്നതിലൊരു 65-70 വയസ്സിനും 60 വയസ്സിനും മേളിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് ഓർമ്മ കാണും. ഈ ഒരു വണ്ടിയുടെ രൂപവും അന്നത്തെ സർവീസുകളൊക്കെ ഓർമ്മ കാണും. ഒരുപാട് അന്ന് തിരുവനന്തപുരം സിറ്റിയിൽ ഓട്ടോറിക്ഷയൊന്നും ഇല്ലാത്ത കാലമാണ്. ഇന്ന് ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് ഈ ബസ്സുകളെ മാത്രമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്, എൻ്റെ വല്യമ്മ, അമ്മയുടെ ചേച്ചി PR ശ്യാമള നോവലിസ്റ്റായിരുന്നു, സാഹിത്യകാരിയായിരുന്നു. വല്യമ്മയോടൊപ്പം ഞാൻ വല്യമ്മയുടെ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് കുമാരപുരത്ത് നിന്ന് ഈ കളറുള്ള വണ്ടിയിൽ കയറി എന്നെ കയ്യിൽ പിടിച്ച് എന്നെയും കൊണ്ട് വല്യമ്മ പോത്തൻകോട് പോകുമായിരുന്നു. അന്ന് ഈ ബസ്സിലാണ്, ഇതേ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഓർമ്മകളിൽ നിന്നാണ് ഞാൻ ആ നിറം തിരഞ്ഞെടുത്തത്. നന്നായി അത് ചെയ്ത KSRTCയിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉണ്ണികൃഷ്ണനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഉണ്ണികൃഷ്ണൻ ഞാൻ ഒരു ദിവസം ഒരു വാക്കാൽ പറഞ്ഞ ഒരു വാക്കിന് പുറത്ത് അടുത്ത ദിവസം തന്നെ ഡിസൈൻ തന്നു. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് KSRTCയിലെ മെക്കാനിക്കുകൾ അത് ചെയ്തു. അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കണം. ആ ടീം തന്നെയാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഇവരെല്ലാവരും ആ ടീമിലുള്ള ആൾക്കാരാണ്. അവരെ ഞാൻ പ്രത്യേകം സ്നേഹത്തോടെ വ്യക്തിപരമായി KSRTCക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും അഭിനന്ദിക്കുകയാണ്. അത്രയും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക്, നമ്മളെ പഴയകാല ഭംഗിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഈ ചെറുപ്പക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരാണ് മൂന്നാറിലെ ഡബിൾ ഡക്കർ നിർമ്മിച്ചതും ഇവരാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ടാക്കണമെന്ന് അത് ദിവസങ്ങൾ കൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു 2 മാസം അല്ലേ, 2 മാസമേ ആയിട്ടുള്ളൂ വണ്ടി പണിയാൻ തുടങ്ങിയിട്ട്. 2 മാസം കൊണ്ട് ഇത്രയും മനോഹരമായ വണ്ടിയെ പണിതിറക്കാൻ കഴിഞ്ഞു. ഈ ഒരു എൻ്റെ എംബ്ലം പോലും അവർ ഉണ്ടാക്കിച്ചതാണ്. അന്നത്തെ ഫോട്ടോ കൊടുത്തിട്ട് ആ എംബ്ലം പ്രത്യേകമായിട്ട് ഉണ്ടാക്കി. ഇന്നലെ രാത്രിയാണ് എംബ്ലം ചെയ്ത് കിട്ടിയത്. അതെല്ലാം ചെയ്തതിന് അവരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. KSRTCയിലെ മെക്കാനിക്കുകളുടെ എഞ്ചിനീയർമാരെയും മിടുക്കെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത മിടുക്കാണ്. അത് പുതിയ ഇൻവെൻഷൻസ് അവർ നടത്തുന്നുണ്ട്. പുതിയ 2-3 ഇൻവെൻഷനുമായി അവർ വന്നു. 4 പേറ്റന്റ് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻവെൻഷനായിട്ട് അവർ വന്നിട്ടുണ്ട്. ആ പുതിയ ഇൻവെൻഷൻ നടത്തിക്കൊള്ളാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു സംവിധാനം തന്നെ സ്ഥിരമായി ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി ഇപ്പം ഓൾവോ അടക്കം വണ്ടികളുടെ ബ്രേക്ക് ഡിസ്ക് അല്ലേ, ബ്രേക്ക് ഡിസ്ക് ഉണ്ടാക്കാൻ വേണം. വളരെ വില കൂടിയ ബ്രേക്ക് ഡിസ്ക് കുറഞ്ഞ വിലയ്ക്ക് 10,000 രൂപയിൽ താഴെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് തുടർന്ന് പൊയ്ക്കോളാനുള്ള അനുവാദം ഞാൻ കൊടുത്തു. അവരത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഏറ്റവും പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ഈ ഓൾവോ പോലുള്ള ഓട്ടോമാറ്റിക് വണ്ടികളുടെ ബ്രേക്ക് ലൈനാണ്, ബ്രേക്ക് ഡിസ്ക്, അത് മെറ്റലിലാണ്. അത് കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ്. വളരെ കുറഞ്ഞ ചെലവിൽ ഒരെണ്ണം 10,000 രൂപയിൽ താഴെ കാസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ
തയ്യാറാക്കി ഇപ്പോൾ ഒരു ബസ്സിൽ, ഒരു ഓൾവേഡ് ഒരു ബസ്സിൽ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രയൽ ഓടുകയാണ്. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇതുവരെ ട്രയൽ നോക്കിയിട്ട് യാതൊരു കുഴപ്പമില്ല. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഉടൻ തന്നെ അതിന്റെയും പേറ്റന്റ് എടുക്കും. അത് ഞങ്ങൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യും. സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾവോയുടെ റണ്ണിങ്ങിൽ വലിയൊരു ലാഭം. ഈ ബ്രേക്ക് ലൈനർ, ഈ ബ്രേക്ക് ഡിസ്ക് പെട്ടെന്ന് തേയും ഓട്ടോമാറ്റിക് വണ്ടിയാകുമ്പോൾ. ബ്രേക്കിനെയാണ് കൂടുതലും ആശ്രയിക്കുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു കണ്ടുപിടുത്തങ്ങളാണ്. അതൊക്കെ നമ്മുടെ ജീവനക്കാർ തന്നെ കണ്ടുപിടിക്കുകയാണ്. അതിന്റെ എല്ലാം പേറ്റന്റ് എടുക്കും. 4 പേറ്റന്റിന് കൊടുത്തു കഴിഞ്ഞു. 5ാമത്തെ പേറ്റന്റ് ഇതായിരിക്കും. ഈ ബ്രേക്ക് ലൈനർ ആയിരിക്കും, ബ്രേക്ക് ഡിസ്ക് ആയിരിക്കും. അത് ഡൈകാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിലെവിടെയുള്ളവർക്കും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ഒരു പഴയ മോഡൽ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സന്തോഷം. ഇത് മോഡലെല്ലാം മാറിപ്പോയല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു പിന്നെ മാത്രമല്ല ഇത് സിനിമ ഷൂട്ടിങ്ങിനും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കും. ഈ പഴയ മോഡൽ വണ്ടി പാട്ട് ഷൂട്ട് ചെയ്യാനും മറ്റ് കല്യാണങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം. കല്യാണ യാത്ര പോകാനൊക്കെ നമ്മുടെ പറക്കും തളികയിൽ പോകുന്ന പോലെയല്ല, നല്ല ഓടുന്ന വണ്ടിയാണ്. പുകയൊന്നുമില്ല, പേടിക്കാനില്ല. അപ്പോൾ അതുപോലെ പഴയ വണ്ടിയിൽ നമ്മുടെ ഒരു വിവാഹ പാർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വേണ്ടി എടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് ഇതിന്. ടൂറിസം സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കല്യാണത്തിന് ഒരു പ്രത്യേക വണ്ടിയിൽ പോയി ഇറങ്ങണം, പെണ്ണും ചെറുക്കനും ഒക്കെ പോയി ഇറങ്ങണമെന്ന് വിചാരിച്ച് ഒരു ആഘോഷമാക്കാൻ ശ്രമിച്ചാൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളുക, വണ്ടി കിട്ടും. ഞാനൊരു ഐഡിയ അങ്ങോട്ട് പറയാണ്. പുതിയ പുതിയ ഐഡിയകളായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരും. അതിനേക്കാളും ഇല്ല, ഇതിന്റെ വിജയം നോക്കട്ടെ. വിജയം നോക്കിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ 2-3 വണ്ടികൾ ഇറക്കാൻ കഴിയും. കാരണം നമ്മുടെ എഞ്ചിനീയർമാർ, നമ്മുടെ സ്റ്റാഫുമാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അവരാണ് എന്റെ ചുറ്റും നിൽക്കുന്നത്. എനിക്കതിൽ അവരെ ഓർക്കുമ്പോൾ, അവരെ നടുവിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ടീമിനെ 2 കൊല്ലത്തിലധികം നയിക്കാൻ കഴിഞ്ഞു, അവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു. അവരെ കൊണ്ട് ഇത്രയാണ്, അവരെ മനസ്സിലുള്ള നല്ല ക്രിയാത്മകമായ ആശയങ്ങളെ പുറത്തെടുക്കാൻ അവർക്കൊരു അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ആലോചിക്കേണ്ടത്. അവരെ വെറുതെ ഈ മെക്കാനിക് എന്ന് തള്ളാതെ അവർ ഇത്രയും ക്രിയേറ്റിവിറ്റി ഉള്ളവരും ഭാവനാസമ്പന്നരുമാണ് എന്ന് അവരെ നമുക്ക് തെളിയിക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, മൂന്നാറിലെ ഡബിൾ ഡെക്കർ അടക്കം തെളിയിക്കാൻ. ഇവർ വെറും മെക്കാനിക്കലല്ല, ഇവർ നല്ല എഞ്ചിനീയേഴ്സാണ്, ഭാവനാസമ്പന്നരാണ്, സമർത്ഥരാണ് എന്ന് അവരെ തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ഇതൊരു ടീമാണ്. KSRTCയിൽ ജീവനക്കാർക്ക് രാഷ്ട്രീയമില്ല. ഗണേഷ് കുമാറിന്റെയും പ്രമോദ് ശങ്കറിന്റെയും ഒരു ടീമാണ് KSRTC നയിച്ചത്. അത് അവരെല്ലാം ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. അതൊരു 15-ാം തീയതി 16-ാം തീയതി പെയിന്റ് കൊടുത്തു. ഇന്ന് സീറ്റ് കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് അവർ ഒരു സീറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് TV ഒക്കെ ഉള്ള സീറ്റാണ് അല്ലേ. ഒരു 15-ാം തീയതി 20 മുമ്പേ വണ്ടി വരും. വന്നാൽ ഉടനെ നിങ്ങളെ ഞാൻ കാണിക്കാം, വണ്ടി ഓടിച്ച് കാണിക്കാം. അതിനുശേഷം വണ്ടി ഓടി തുടങ്ങും. കാരണം അതിന്റെ ഉദ്ഘാടനമായിട്ടൊന്നും വയ്ക്കുന്നില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി ഓടി തുടങ്ങും. 2 വണ്ടി 20-ാം തീയതിക്ക് മുമ്പ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കളർ കൊടുക്കാൻ അല്പം താമസിച്ചു. 2 ദിവസം മുമ്പാണ് കളർ കൊടുത്തത്. പെയിന്റിംഗ് ഉണ്ട്, മെറ്റാലിക് പെയിന്റ് ആണ്, നല്ല സ്റ്റൈലും പെയിന്റാണ് അടിക്കുന്നത്. അപ്പോൾ അതിന്റെ പുറത്ത് പിന്നെ സീറ്റ് ഓൾറെഡി റെഡിയാണ്. സീറ്റ് കളറെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സീറ്റ് എല്ലാ സീറ്റിലും TV ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടേബിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക സീറ്റാണ്. അതിനുവേണ്ടി കമ്പനി ഉണ്ടാക്കിയ സീറ്റാണ്. അത് അടിപൊളി വണ്ടിയായിരിക്കും, അതിഗംഭീര വണ്ടിയായിരിക്കും. ആ വണ്ടി കാണാൻ നമുക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആദ്യം കാണാം, അത് കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ കാണാം.